യഥാർത്ഥത്തിൽ എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി? പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫോം അല്ലെ ഷേപ്പ് എന്നാണ്. അപ്പോൾ ഷേപ്പ് മാറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ കോസ്മെറ്റിക് സർജറി അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഷേപ്പ് മാറ്റുന്ന സർജറി അതാണ് പ്ലാസ്റ്റിക് സർജറി. പക്ഷേ നമ്മളത് ചുരുക്കി പറഞ്ഞാൽ തല മുതൽ കാല് വരെയുള്ള എല്ലാ പാർട്ടും സർജറി ചെയ്യുന്നവരാണ് പ്ലാസ്റ്റിക് സർജൻസ്. പക്ഷേ വേറൊരു ലെവലിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് മുതൽ കാലിലെ നഖത്തിൻ്റെ സർജറി വരെ പ്ലാസ്റ്റിക് സർജൻ ചെയ്യും. അപ്പോൾ അതൊരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ളത് ഒരു 30% കേസുകളും കോസ്മെറ്റിക് സർജറീസാണ്. അതായത് ഹെയർ ട്രാൻസ്പ്ലാന്റ്, റൈനോപ്ലാസ്റ്റി, മൂക്കിൻ്റെ സർജറി, ഗൈനക്കോമാസ്റ്റി, അബ്ഡോണോപ്ലാസ്റ്റി എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇത് കൂടാതെ ഒരു 40-50% ട്രോമ സർജറീസാണ്. അതായത് ഹാൻഡ് സർജറി, നമ്മുടെ കൈക്ക് പറ്റുന്ന പരിക്കുകൾ. ഇപ്പോഴാണെങ്കിൽ കട്ടർ മെഷീൻസ്, വണ്ടി ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പറ്റുന്ന ഈ ആക്സിഡൻസ് കൊണ്ട് പറ്റുന്ന മുറിവുകളൊക്കെ പ്ലാസ്റ്റിക് സർജൻസാണ് സാധാരണ നോക്കുക. കാരണം അതിൽ ഞരമ്പുകൾ മുറിഞ്ഞിട്ടുണ്ടാവും, രക്തക്കൊഴലുകൾ മുറിഞ്ഞിട്ടുണ്ടാവും, ഒരു പീസ് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തിരിച്ച് പിടിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ക്യാൻസർ സർജറി ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഡിഫക്ട്സ്, ഇപ്പോൾ താടിയെല്ല് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറയും. തിരിച്ചുണ്ടാക്കി വയ്ക്കുന്നത് പ്ലാസ്റ്റിക് സർജറി ജോബാണ്. നാലാമത് നമ്മുടെ ജന്മനാ ഉള്ള ചില വൈകല്യങ്ങൾ, കൈയുടെ അല്ലെങ്കിൽ മൂക്കിൻ്റെ, ചുണ്ടിൻ്റെ, മുറിച്ചുണ്ടെന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ സർജറീസും അതിൻ്റെ റിഫൈനായിട്ട് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറിയിലാണ്. സോ പ്ലാസ്റ്റിക് സർജറി ഒരു ബ്രോഡ് സ്പെഷ്യാലിറ്റിയാണ്. തൊലിയെടുത്ത് വയ്ക്കുന്നതോ അല്ലെങ്കിൽ രൂപം മാറ്റുന്നതോ മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി. സെന്റ് മേരീസ് ഹോസ്പിറ്റൽ, തൊടുപുഴ.